ഞാൻ പറഞ്ഞ പത്രം വായിക്കുന്നതോ TV കാണുന്നതോ അല്ല അതിനകത്തെ വിഷയം. ബട്ട് അത് നമ്മുടെ സമയത്തെ അപഹരിച്ച് കളയുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് സമയമാണ്. ആ സമയം നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും എന്താണെന്നറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ഹോസ്പിറ്റൽ. മുറിവേൽക്കുന്ന അല്ലെങ്കിൽ വേദനയുള്ളവനും മുറിവുള്ളവനും എല്ലാം വന്ന് കിടക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലായിട്ടാണ് നമ്മൾ ചർച്ചിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേദനപ്പെടുന്നവന്, പ്രയാസപ്പെടുന്നവന്, കഷ്ടമനുഭവിക്കുന്നവന് വാ എന്ന് നിന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ടാണ് പെയിൻ ഗോ അവേ കം അഗൈൻ അനദർ ഡേ, മറ്റന്നാളും ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ ഒരു ഡോക്ടറെ പോലെ ഇങ്ങനെ ഓടി നടന്ന്, അല്ലെങ്കിൽ നേഴ്സിനെ പോലെ ശുശ്രൂഷിച്ച് എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. ചർച്ചിൽ നിന്ന് ഒരാൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എപ്പോഴും സേവനം കിട്ടിക്കൊണ്ടേയിരിക്കണം, എപ്പോഴും, ഇല്ലേ? പക്ഷെ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ഹോസ്പിറ്റൽ, ഇറ്റ് ഈസ് എ മിലിറ്ററി ബാരക്ക്. അതൊരു അവർ ചർച്ച് ഈസ് നോട്ട് ജസ്റ്റ് ലൈക്ക് എ ഹോസ്പിറ്റൽ, ഇറ്റ് ഈസ് എ മിലിറ്ററി ചർച്ച്. അത് അവിടെ നമുക്ക് ആവശ്യമുള്ള ഡോക്ടർ അല്ല, ഒരു മേജർ സർജന്റ് ആണ്. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. ക്രിസ്ത്യൻ ലിവിങ്ങിന്റെ അതുകൊണ്ടാണല്ലോ ഈ ഡിസിപ്ലിൻ ആവശ്യമുള്ളത് കൊണ്ടാണ് ഡിസൈപ്പിൾഷിപ്പ് ആണ് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാന ഘടകം. ഡിസൈപ്പിൾഷിപ്പ്. സോ വി നീഡ് ഡിസിപ്ലിൻ. അല്ലാതെ വി ഷുഡ് നോട്ട് ഈൽഡ് ടു ടെംപ്റ്റേഷൻ, വി ഷുഡ് ഈൽഡ് ടു ഗാഡ്. ദൈവത്തിനാണ് നമ്മുടെ ടെംപ്റ്റേഷൻസിനല്ല. കർത്താവെ ഒത്തിരി പരീക്ഷണമായി പോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്നത്തെ വീണുപോയി എന്നും വന്ന് പറയാൻ വേണ്ടിയുള്ളതല്ല. വി നീഡ് ടു ഈൽഡ് ടു ഗാഡ്. ദൈവത്തിന് നമ്മളെ തന്നെ ഈൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ദൈവം നമ്മളെ പണിയുന്ന ഒരു സ്റ്റേജ്, അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തീയ വളർച്ചയുടെ ഏറ്റവും, നമ്മളെപ്പോഴും പറയും, എന്തോ പറയാനാ ബ്രദറെ, ഞാനിങ്ങനെ എൻ്റെ സർക്കംസ്റ്റാൻസസ് ഒക്കെ ഇങ്ങനെ ആയിപ്പോയി, അറിയത്തില്ലേ, ഞാൻ ഈ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ 1.5 മാസമേ ആയുള്ളൂ, അവർ പിരിച്ചുവിട്ടാൽ അറിയാൻ പറ്റും, ഇപ്പോൾ റിസഷൻ്റെ ടൈം അല്ലേ, ഇതല്ല, പിരിച്ചുവിട്ടാൽ പോട്ടെന്ന് വെക്കണം. അതിന് അത് നമുക്ക് വയ്യാത്തത് കൊണ്ടാണ്, നമുക്ക് ദൈവത്തിൽ ആശ്രയം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മളിങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഇടപെടുന്നത്. നോ, നമ്മുടെ ദ ബിഗ്ഗസ്റ്റ് എനിമി ഈസ് നോട്ട് സർക്കംസ്റ്റാൻസസ്, ഇറ്റ് ഈസ് ഇൻഡിസിപ്ലിൻ. ചർച്ചിന്റെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിന്റെ എനിമി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാഹചര്യങ്ങളല്ല, പ്രത്യുത നമ്മളുടെ ഇൻഡിസിപ്ലിൻ ആണ്, നമ്മളുടെ ശിക്ഷണമില്ലായ്മയാണ്. വി നീഡ് ടു ബി ഡിസിപ്ലിൻ, വി നീഡ് ടു ഫൈൻഡ് ടൈം. നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ദൈവം തീർച്ചയായിട്ടും ആ കാര്യത്തെ നിങ്ങളെ സഹായിക്കും. സോ ദ ഫസ്റ്റ് ഹിൻഡ്രൻസ് ടു പ്രേയർ, ഇറ്റ് ഈസ് ടൈം. അതിനുള്ള റിമഡി എന്താണ്? ഡിസിപ്ലിൻ. അത് ഹിൻഡ്രൻസ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, അതിന് നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും? നമ്മൾ ടൈം എടുക്കണം. വി നീഡ് ടു ഫൈൻഡ് ടൈം. വി നീഡ് ടു ടേക്ക് ടൈം. നമ്മൾ സമയം എടുക്കുന്നവരായിരിക്കണം. അടുത്തത്, ഈ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റൊരു തടസ്സം നമ്മുടെ ഫീലിങ്സ് ആണ്. നമ്മുടെ ഫീലിങ്സ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, പ്രാർത്ഥിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ടു പ്രേ സംടൈംസ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? am I right? ഫീലിംഗ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു, ഇന്ന് അതിനുള്ളൊരു മൂഡില്ല, പ്രാർത്ഥിക്കാനുള്ള ഒരു മൂഡ് ഇല്ല, അല്ലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, prayer doesn't blossom in the area of feeling but in the area of our will. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളുടെ ഫീലിങ്ങിന്റെ അല്ലെങ്കിൽ വികാരങ്ങളുടെ അല്ലെങ്കിൽ മൂഡിന്റെ തലത്തിലല്ല വളരുന്നത്, നമ്മുടെ വില്ലിന്റെ തലത്തിലാണ്. ഐ വിൽ പ്രേ, ഐ നീഡ് ടു പ്രേ, ഐ എം ഗോയിങ് ടു പ്രേ. ഞാൻ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ പ്രാർത്ഥിക്കാൻ തോന്നുമ്പം പ്രാർത്ഥിക്കാൻ തോന്നുമ്പം പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കാൻ തോന്നുമ്പം മാത്രം പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥന ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? ദ സെക്കൻഡ് ഹിൻഡ്രൻസ് ടു പ്രേയർ, ഇറ്റ് ഈസ് അവർ ഫീലിംഗ്. ഫീലിംഗ് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ലെന്ന് പറയത്തില്ല. ഫീലിംഗ് തീർച്ചയായിട്ടും പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷേ ഫീലിംഗും റിയാലിറ്റിയും രണ്ടാണ്. അവർ ഫീലിംഗ് ആൻഡ് റിയാലിറ്റി മേ നോട്ട് ബി ഓൾവേസ് ദ സെയിം. യാഥാർത്ഥ്യം തന്നെ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഫീൽ ചെയ്തില്ല എന്നതുകൊണ്ട് യാഥാർത്ഥ്യം അല്ലാതാകുന്നില്ല. ഫീൽ ചെയ്യാത്തത് നമുക്ക് വേറെ എന്തെങ്കിലും ദോഷം കുഴപ്പമുള്ളതുകൊണ്ടായിരിക്കും. ടേക്ക് ദ കേസ് ഓഫ് ദ ലെപ്പേഴ്സ്. ലെപ്രസിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ലെപ്രസിയുടെ ഏറ്റവും വലിയ പ്രശ്നം പെയിൻ ഇല്ല, ഫീലിംഗ് ഇല്ല എന്നുള്ളതാണ്. ലെപ്രസി ഒരിക്കലും നമ്മൾ ഒരു ലെപ്പറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊന്നും ലെപ്രസി പകരത്തൊന്നുമില്ല. ലെപ്രസിയുടെ പ്രധാനമായ പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ കൈകളോ കാലുകളോ ഒക്കെ മുറിഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ കാരണം എന്നാണെന്നറിയാമോ?
ഇവർക്ക് ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇവർ ചൂട് പാത്രമൊക്കെ കയറി അങ്ങ് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് പൊള്ളി എന്നുള്ളത് ഇവര് അറിയത്തില്ല. അങ്ങനെ ഈ പൊള്ളല് പോലും അറിയാതെ, അല്ലെങ്കിൽ മുറിവ്, കാല് മുറിഞ്ഞു അറിയുന്നില്ല, അവർക്ക് ഫീലിംഗ് ഇല്ല, അവർക്ക് വേദനയില്ല. അതൊരു വല്ലാത്ത ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് ഫിലിപ്പിയാൻസിയുടെയും വെല്ലൂരുണ്ടായിരുന്ന ഈ ലെപ്രസിയെക്കുറിച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഡോക്ടർ പോളിൻ്റെയും കൂടെ ഒരു ബുക്കുണ്ട്, ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്ന് പറയുന്ന ഒരു ബുക്ക്. അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം, ദൈവം നമുക്ക് നൽകിയ വലിയ ഒരു ബ്ലെസ്സിങ് ആണ് പെയിൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പെയിനാണ് നമ്മുടെ ഒരു ദുരന്തമെന്നാണ്. പക്ഷേ പെയിനാണ് നമ്മളെ വാസ്തവത്തിൽ മറ്റുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. പെയിൻ ഈസ് എ ബ്ലെസ്സിങ്. അത് ആത്മീയ ജീവിതത്തിൽ എല്ലാ രീതിയിലുമാണ്. പെയിൻ ഈസ് എ ബ്ലെസ്സിങ്. നമുക്ക് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് പെയിൻ. അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ലെപ്പേഴ്സിന് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? റിയാലിറ്റി എന്താണ്? പാത്രത്തിന്റെ ചൂട് ഒരു റിയാലിറ്റിയാണ്, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ചൂട് കയറി പിടിക്കാമെന്നാണോ? അല്ല, റിയാലിറ്റി നമ്മൾ തിരിച്ചറിയും. റിയാലിറ്റിയാണ് പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയതയുടെ കാര്യത്തിലും എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യം ഒരു റിയാലിറ്റിയാണ്. അവന്റെ സാന്നിധ്യം റിയാലിറ്റി ആണെങ്കിൽ ഫീൽ ചെയ്തില്ലെങ്കിലും അവന്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കിയേ പറ്റൂ. അവന്റെ സാന്നിധ്യം ഒരു റിയാലിറ്റി ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും അവന്റെ സന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിച്ചേ പറ്റൂ. ബിക്കോസ് ദാറ്റ് ഇസ് എ റിയാലിറ്റി. ഫീലിംഗും റിയാലിറ്റിയും രണ്ടാണ്. പിന്നെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫീൽ ചെയ്തില്ലെങ്കിലും റിയാലിറ്റി സംഭവിക്കും, പക്ഷെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൂടെ ഒരു സമാധാനമാകും. ഞാൻ ചിലപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ഏലീശായുടെ ശിഷ്യന്റെയും കഥ. അരാം സൈന്യം ചുറ്റും പാളയം ഇറങ്ങിയ ഒരു ദിവസം രാവിലെ എലീശായുടെ ശിഷ്യൻ ഒരു പക്ഷേ കാപ്പി ഉണ്ടാക്കാനായിരിക്കും പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ചുറ്റുപാടും സൈന്യം നിൽക്കുന്നു. സൈന്യം നിൽക്കുന്ന കണ്ടപ്പോൾ ഇവന്റെ കയ്യിൽ നിന്ന് കാപ്പിപ്പാത്രം മിക്കവാറും താഴെ വീണ് പോയി കാണും. കാര്യം പേടിച്ചു പോയി. അവൻ ഓടിച്ചെന്ന് എലീശായുടെ അടുത്ത് ചെന്ന്, യജമാനനെ, ഓ എണീറ്റ്, കണ്ടോ എന്തോ? ഭയങ്കര ബഹളം ഉണ്ടാക്കിയപ്പം എലീശ പതിയെ കണ്ണൊക്കെ തിരുമ്പി ചോദിച്ചു, എന്തോ പറ്റി? ഇനി എന്തോ പറ്റാനാ? കണ്ടില്ലയോ അരാമ്യ സൈന്യം വന്ന് നമുക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എലീശ കണ്ടു തിരുമ്പി നോക്കി, ശരിയാ അരാമ്യ സൈന്യമുണ്ട്. പക്ഷേ എലീശയുടെ അടുത്ത ചോദ്യം, ഇതിനാണോടാ രാവിലെ എന്നെ വിളിച്ചുണർത്തിയത്? എന്നിട്ട് നമ്മളോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികം. അപ്പം അവൻ ചുറ്റും നോക്കുക, അവനാ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അവൻ നോക്കിയപ്പോൾ അവരുണ്ട്, എലീശ ഉണ്ട്. നമ്മളോട് കൂടെ ഉള്ളവരോ? ആര്? നമ്മൾ രണ്ടുമല്ല ഉള്ള ഇവിടെ. ഉടനെ എലീശ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ, ഇവനെ കൊണ്ട് തോറ്റു. അരാമ്യ സൈന്യത്തെ പിന്നെയും കൈകാര്യം ചെയ്യാം, ഈ ആത്മീയ കണ്ണ് തുറക്കാത്ത ശിഷ്യരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ പ്രശ്നം. അരാമ്യ സൈന്യത്തെക്കാളും പ്രശ്നമാണ് ആത്മീയമായ കാഴ്ചപ്പാടില്ലാത്ത ഒരു ശിഷ്യൻ. എന്നിട്ട് പറയാം, എൻ്റെ ദൈവമേ, ഇവന്റെ കണ്ണൊന്ന് തുറക്കണേ. അവൻ കണ്ണു തുറന്നപ്പോൾ എന്ത് കണ്ടു? പർവ്വതത്തിന് ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും സൈന്യവും ദൂതന്മാരും എല്ലാം നിൽക്കുന്നവൻ കാണുകയാണ്. അയ്യോ, അവന് സമാധാനമായി. എപ്പോഴാണ് ഈ സൈന്യം വന്നത്? അരാമ്യ സൈന്യം വന്നതിന് ശേഷമാണോ അതോ അതിന് മുമ്പേ ആണോ? എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എലീശ എല്ലാ ദിവസവും വൈകുന്നേരം ഇവർക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞേച്ചാ പോയി കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുള്ളിക്ക് പേടിയില്ലാത്തത്. ഇത് ഇന്ന് വരെ കാണാത്തത് കൊണ്ട് എലീശയുടെ ശിഷ്യന് പേടിയാണ്. അപ്പൊ യാഥാർത്ഥ്യം എന്താണ്? ഈ ശിഷ്യൻ കണ്ടാലും കണ്ടില്ലെങ്കിലും സൈന്യം അവിടെ ഉണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം, ആരെ സംരക്ഷിക്കാനാ ദൈവം ഈ സൈന്യത്തെ വിട്ടേക്കുന്നേ? നമ്മൾ പറയും കർത്താവിന്റെ ദാസനായ എലീശായെ സംരക്ഷിക്കാൻ. എലീശായെ മാത്രം സംരക്ഷിക്കാനല്ല, ഈ കണ്ണു തുറക്കാത്ത ശിഷ്യനെ കൂടെ സംരക്ഷിക്കാനാണ് വിട്ടേക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ വീരന്മാരെ മാത്രമൊന്നുമല്ല ദൈവം സംരക്ഷിക്കുന്നത്, വിശ്വാസം ഇല്ലാത്തവരെ ദൈവം സംരക്ഷിക്കും. ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഏലിയാവിനെ ദൈവം എന്തിനാ സരഫാത്തിലേക്ക് പറഞ്ഞു വിട്ടതെന്ന്? സരഫാത്തിലേക്ക് പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന് ഏലിയാവിനെ എവിടെ വേണേലും പോറ്റാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഏലിയാവിനെ കുറിച്ച് മാത്രമല്ല, വിശ്വാസത്തിൽ ബലവാനായ ധീരനായ ഏലിയാവിനെ കുറിച്ച് മാത്രമല്ല, ഒരു വിശ്വാസമില്ലാത്ത സരഫാത്തിലെ ആ പാവം വിധവയെക്കുറിച്ചും കൂടെ ദൈവത്തിന് കരുണയുണ്ടായിരുന്നു. സരഫാത്തിലെ വിധവയുടെ അടുത്ത് ഏലിയാവിനെ പറഞ്ഞു വിട്ടത് ഏലിയാവിനെ പോറ്റാനല്ല, ശരിക്കും പറഞ്ഞാൽ ആ വിധവയെ പോറ്റാനാണ്. അതവർക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഈ ശിഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം വലിയ സേനയെ വിട്ടിട്ട് എന്താ കാര്യം? അവന് പേടി മാറിയില്ല. എന്തുകൊണ്ട് പേടി മാറിയില്ല? അവനവന്റെ ഫീലിംഗിലാണ് ആശ്രയിച്ചത്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? അവന് വേണ്ടി ഒരു അഗ്നിമയമായ രഥങ്ങളും കുതിരകളും അടങ്ങിയ ഒരു സൈന്യം അവനെ സംരക്ഷിക്കാനുണ്ട്. അതവൻ തിരിച്ചറിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, യാഥാർത്ഥ്യവും ഫീലിംഗും രണ്ടും രണ്ടാണ്. ഫീലിംഗ് ഇല്ലെങ്കിലും, നമുക്ക് ഫീൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ദൈവത്തിന്റെ സംരക്ഷണം അവിടെ ഉണ്ട്. പക്ഷേ അത് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്കൊരു മനസമാധാനമാകുന്നത്.
ഈ സൈന്യത്തെ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് സമാധാനമാകുന്നത്. ഇതാണ് ദൈവമക്കളിൽ തന്നെയുള്ള രണ്ട് ഗ്രൂപ്പ്. ഒന്ന്, ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിച്ച് ആത്മീയ കാഴ്ചപ്പാടുള്ളവർ സമാധാനമുള്ളവരായിരിക്കും. അല്ലാത്തവരെയും ദൈവം സംരക്ഷിക്കുമായിരിക്കും, പക്ഷേ അവർക്ക് സമാധാനമില്ലായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നോക്കുക, ഇവിടെ നമ്മുടെ ഫീലിങ്ങിൻ്റെ സമയത്ത് തോന്നിയാൽ പോയി പ്രാർത്ഥിക്കുന്ന അവസ്ഥയല്ല. പ്രത്യുത എന്താണ്? എൻ്റെ വില്ലിൻ്റെ തലത്തിൽ ഞാൻ തീരുമാനമെടുത്തേ പറ്റുള്ളൂ. എന്ത്? ഐ ആം ഗോയിങ് ടു പ്രേ, ഐ നീഡ് ടു പ്രേ, ഐ ആം പ്രേയിങ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ എക്സിസ്റ്റൻസ് അണ്ടർ ഗോഡ് എന്ന് പറയുന്ന എഡ്വേർഡ് ഡേ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ചെറിയ കൊട്ടേഷൻ ഞാൻ വായിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യഥാർത്ഥ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് മിയർലി എ ഫ്ലാഷ് ഓഫ് ഗോഡ്വേർഡ് ഡിസയർ ബട്ട് ദ പാഷനേറ്റ് ഫെർവർ ഓഫ് ദ ഹോൾ സെൽഫ് that pants to know God and His will above all other knowing. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഫ്ലാഷ് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അങ്ങോട്ട്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു ചെറിയ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഒരു ഫ്ലാഷ് പോലെ, കർത്താവേ നീ എല്ലാം അറിയുന്നല്ലോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറഞ്ഞേച്ച് പോകുന്നതല്ല യഥാർത്ഥ പ്രാർത്ഥന. യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഹോൾ സെൽഫ് ദൈവത്തെ അറിയുന്നതിനും മറ്റെല്ലാ അറിവിനേക്കാളും ഉപരിയായി ദൈവത്തെക്കുറിച്ചുള്ള അറിയാനുള്ള ആ മോഹത്തിൽ ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെല്ലുന്നതുമാണ്. അതായത് എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നത്. ഐ ഡോണ്ട് നീഡ് ടു നോ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. എനിക്ക് ലോകത്തിലെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും വേണ്ടുകയില്ല, ഇന്ന് രാവിലെ പത്രം വായിച്ചില്ലെങ്കിലും വേണ്ടുകയില്ല, ഇന്ന് വൈകിട്ടത്തെ ന്യൂസ് കണ്ടില്ലെങ്കിലും വേണ്ടുകയില്ല. എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് പ്രാർത്ഥിക്കണം. സന്ധ്യയുടെ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ പ്രെയർ ടൈമിൽ എനിക്ക് പ്രാർത്ഥിക്കണം. എനിക്ക് വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും കാര്യമില്ല, അറിവില്ലെങ്കിലും കാര്യമില്ല. ഇന്ന് സൂര്യഗ്രഹണമായി, ഇതൊന്ന് കാണണമെന്നുണ്ട്, പക്ഷേ കണ്ടോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരികയാണെങ്കിൽ അത് കാണാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥന ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇദ്ദേഹം ഈ ആൽബർട്ട് ഡേ പറയുന്നത്, സി നോയിങ് ഗാഡ് മോർ ദാൻ എനി ഓഫ് യുവർ നോളജ്. നിങ്ങളുടെ ഏത് ജ്ഞാനത്തിനും അപ്പുറത്ത് ദൈവത്തെ അറിയുന്ന അറിവ്, അതിനുവേണ്ടിയുള്ള ഒരു പാന്റിങ് ആസ് ദ ഡിയർ പാന്റത്ത് ഫോർ വാട്ടർ. എന്താണ്? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവത്തെ അറിയാനുള്ള വലിയ അഭിവാഞ്ചയിൽ അവന്റെ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെല്ലുന്ന ബോധപൂർവമായ വിൽ. ഇറ്റ്സ് നോട്ട് ഫീലിംഗ്. സംടൈംസ് മേ ബി ഐ എം നോട്ട് ഫീലിംഗ് ഇറ്റ്, ബട്ട് ഐ വിൽ. ഞാൻ ഓടിപ്പോകുന്ന, അല്ലാതെ ഒരു ഫ്ലാഷില് ഓക്കെ എല്ലാം കഴിയുമ്പം കണ്ണും തിരുമ്മി 2 വാക്ക് പ്രാർത്ഥിച്ചെങ്കിലായി, പ്രാർത്ഥിച്ചില്ലെങ്കിലായി, അവസാനത്തെ വാക്ക് ആമേൻ പറയുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും, ഉറങ്ങിപ്പോയി. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു സ്റ്റേജ് അല്ല. പ്രത്യേകത എന്താണ്? അവൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവനുഭവിക്കുന്ന ആ ഒരു വലിയ അളവിലേക്കുള്ള ഒരു യാത്ര എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഹറീഡ് വിസിറ്റ് ടു ദ വിൻഡോ ഓഫ് ദ റിലീജിയസ് ഡ്രൈവ്-ഇൻ റെസ്റ്റോറന്റ് ഫോർ എ മോറൽ സാൻഡ്വിച്ച് ഓർ എ കപ്പ് ഓഫ് സ്പിരിച്വൽ സ്റ്റിമുലന്റ്. നമ്മൾ പലപ്പോഴും എന്താണെന്ന് അറിയാമോ? ഹോട്ടൽസ് പല രീതിയിലാണ് ഇപ്പോഴുള്ള ഇതാണ് ഡ്രൈവ്-ഇൻ റെസ്റ്റോറന്റ്. എങ്ങനെയാണ്? നമ്മൾ കാണുന്ന പോലും ഇറങ്ങത്തില്ല. സംബഡി ഈസ് കമ്മിങ് ആൻഡ് വി ഓർഡർ. അവൻ പോയി ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചുകൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നു, അവിടുന്ന് തന്നെ പേ ചെയ്യുന്നു. യു ആർ നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് യുവർ കാർ, യു സിറ്റ് ഇൻ ദ കംഫർട്ട് ഓഫ് യുവർ കാർ ആൻഡ് യു ആർ ഈറ്റിംഗ്. ലൈക്ക് വൈസ് ഇവിടെ എന്താണ്? ഒരു ഡ്രൈവ്-ഇൻ സ്പിരിച്വൽ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു മോറൽ സാൻഡ്വിച്ചും കഴിച്ച് ഒരു സ്പിരിച്വൽ സ്റ്റിമുലന്റും കഴിച്ചിട്ട് ഒരു പാട്ടും പാടിയിട്ട് ഒരു കൊട്ടും കഴിഞ്ഞിട്ട് ഒരു കൈ ഉയർത്തി 2 ഹല്ലേലൂയായും പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടിയിട്ട്, പല രീതിയിലാണ്. പണ്ടൊക്കെ ഇരുന്ന് കൈ കൊട്ടുമാരും, നിന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും, എന്തോ ആയിക്കോട്ടെ. ഒരു സ്പിരിച്വൽ സ്റ്റിമുലന്റ് അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആകുന്നതല്ല. ഹറീഡായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു വിസിറ്റ് നടത്തുന്നതല്ല. 2 പാട്ട് പഠിച്ചേച്ച് പോകുന്നതല്ല. എന്താണ്? ബട്ട് ആൻ അൺഹറീഡ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് ഹു ഈസ് നെവർ ഇൻ എ ഹറി. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഹറിയിലല്ല. യു ആർ ഇൻ എ ഹറി ബട്ട് ഗോഡ് ഈസ് നോട്ട് ഇൻ എ ഹറി. അവിടെയാണ് നമ്മുടെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. ദൈവം ഒരിക്കലും പറയുന്നില്ല ഐ എം സോറി ഐ ഹാവ് സംതിങ് എൽസ് ടു ഡു എന്ന്. കർത്താവ് ഒരിക്കലും പറയുന്നില്ല. ഇഫ് യു ആർ റെഡി ടു സിറ്റ് ഇൻ ഹിസ് പ്രസൻസ്, ഹി ഈസ് റെഡി ടു സിറ്റ് വിത്ത് യു ഫോർ 24 hours a day. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഹറീഡായിട്ട് ഒരു ഡ്രൈവ്-ഇൻ റെസ്റ്റോറന്റിൽ പോയി കാറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ കയറിയിരുന്ന് 2 വാക്ക് പറഞ്ഞു പോകുന്നതല്ല പ്രാർത്ഥന. ഇറ്റ് ഈസ് ആൻ അൺഹറീഡ് കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്. ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിയനാണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണ്ടി വരും? ഫീലിങ്ങിനപ്പുറത്ത് നമ്മുടെ വൊളീഷനെ നമ്മൾ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അത് ഞാൻ കളയത്തില്ല എന്നുള്ള ഭയങ്കര ഒരു ബോധ്യം നമുക്കുണ്ടായാലേ പറ്റുകയുള്ളൂ.